നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. തിയറി ഓൾറെഡി ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നോക്കാൻ പോകുന്ന പ്രോബ്ലംസ് ആണ്. നമുക്ക് സാധാരണ മൊഡ്യൂൾ 4 നിന്ന് 7 മാർക്കിന് ക്വസ്റ്റ്യൻ സാധാരണ വരുന്നത് പ്രോബ്ലംസ് ആണ്. തിയറി ഉണ്ടാവും, പക്ഷെ അത് നിങ്ങൾ എന്തായാലും നോക്കി പഠിക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളത്, ഒന്നാമത്തെ ഇക്വേഷൻ ആണ് സ്ട്രെസ്. ഓക്കെ, സ്ട്രെസ് നമ്മൾ ഡിനോട്ട് ചെയ്യുക സിഗ്മ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. അതിൻ്റെ ഇക്വേഷൻ P/A എന്നാണ്. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ ലോഡ് എന്നാണ്, അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. ക്രോസ് സെക്ഷൻ ഏരിയ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയറോ അല്ലെങ്കിൽ മില്ലിമീറ്റർ സ്ക്വയറോ ആണ്. ഓക്കെ, മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ്, സ്ട്രെസ് സിഗ്മയാണ്, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറോ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറോ അല്ലെങ്കിൽ പാസ്കൽ. ഓക്കെ, ഇത്ര യൂണിറ്റുകൾ എന്ത് വരും, സ്ട്രെസ്സിന് വരും. സ്ട്രെസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു മെറ്റൽ എടുത്തു. ഓക്കെ, ആ മെറ്റലിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ലോഡ് കൊടുത്തു. അതെ, ലോഡ് കൊടുത്തു, രണ്ട് ഭാഗത്തുനിന്നും ലോഡ് കൊടുത്തു. പി എന്ന് പറഞ്ഞ ലോഡ്, അതാണ് ഞാൻ കൊടുത്ത ലോഡ് പി. ഇതേ പി എന്ന ലോഡ് കൊടുത്തു. ഓക്കെ, പി എന്ന ലോഡ് കൊടുക്കുമ്പോൾ സംഭവിക്കും, ഇതിൻ്റെ ലെങ്ത് കുറയും അല്ലേ, ഈ ലെങ്ത് ഇങ്ങനെ എന്ത് ചെയ്യും, കുറയും. സോ അത് കുറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ മെറ്റൽ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. കൊടുക്കുന്ന പിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഫോഴ്സ് പെർ ഏരിയ ആണ് എന്ത്, നമ്മുടെ സ്ട്രെസ്. സ്ട്രെസ് ഉണ്ടാകുക എവിടെയായിരിക്കും, മെറ്റലിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക, സ്ട്രെസ് ഉണ്ടാവുക. ഞാൻ കൊടുക്കുന്ന മെറ്റീരിയലിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക, സ്ട്രെസ് ഉണ്ടാവുക. പി എന്താ, പി നമ്മൾ കൊടുക്കുന്ന ലോഡാണ്. പുറമേ അപ്ലൈ ചെയ്യുന്ന ലോഡാണ് നമ്മുടെ പി. പുറമേ അപ്ലൈ ചെയ്യുന്ന ലോഡാണ് പി. നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്, നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന, ഉള്ളിലുണ്ടാവുന്നതാണ് ഇത് നമ്മുടെ സ്ട്രെസ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ആണ് സ്ട്രെസ്. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ സ്ട്രെയിൻ. സ്ട്രെയിൻ്റെ ഇക്വേഷൻ എപ്സിലോൺ. ഈ ലെറ്റർ എപ്സിലോൺ എന്നാണ് പറയുക, ഗ്രീക്ക് വേർഡ് ആണ്, എപ്സിലോൺ എന്നാണ്. ഇതിൻ്റെ ഇക്വേഷൻ ആവുന്നത് ഡെൽറ്റ എൽ ബൈ എൽ. ഇതിൻ്റെ ഇക്വേഷൻ ആണ് ഡെൽറ്റ എൽ ബൈ എൽ, വേർ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ചേഞ്ച് ഇൻ ലെങ്ത്. എൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത്. എൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ബോഡി എടുത്തു അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ എടുത്തു. ഓക്കെ, ഈ ഭാഗം ഞാൻ ഫിക്സ് ചെയ്തു, എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഇവിടുന്ന് പിടിച്ച് പുള്ളി ഇത് വലിച്ചു. പി എന്ന് പറഞ്ഞാൽ ലോഡ് വെച്ച് എന്ത് ചെയ്തു, വലിച്ചെന്ന് സംഭവിക്കും, ഇതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും, ഇത്തിരി കൂടും അല്ലേ. വലിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ലെങ്ത് ഇത്തിരി കൂടും. ഓക്കെ, എത്ര കൂടി, ഇത് ഇത്രയും ഡിസ്റ്റൻസ് കൂടി. അതാണ് നമ്മുടെ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ. എന്തായിരുന്നു മെറ്റീരിയലിൻ്റെ ഒറിജിനൽ ലെങ്ത്, മുമ്പ് എന്ത് ലെങ്ത് ആയിരുന്നു, അതാണ് നമ്മുടെ ക്യാപിറ്റൽ എൽ. എത്ര കൂടി, അതാണ് നമ്മുടെ ഡെൽറ്റ എൽ. ഇത് ഈ ലെറ്റർ ഡെൽറ്റ എന്നാണ്, ഡെൽറ്റ എൽ. ഓക്കെ, ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്, എത്ര കൂടി. അതായത് മുമ്പ് ഒരു 10 മീറ്റർ ഉണ്ടായിരുന്ന ഒരു വസ്തു ഞാൻ വലിച്ചപ്പോൾ അത് 10.2 മീറ്റർ ആയി. അപ്പോൾ എത്ര കൂടി, 0.2 മീറ്റർ ഇൻക്രീസ് ചെയ്തു. അതാണ് നമ്മുടെ ഡെൽറ്റ എൽ. സോ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 0.2ഉം എൽ എന്ന് പറഞ്ഞാൽ എന്താ, 10. സോ സ്ട്രെയിൻ എന്ത് കിട്ടും നമുക്ക്, 0.2/10 കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് യൂണിറ്റ് ഉണ്ടോ, യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ്. കാരണം ഡെൽറ്റ എൽ അതിൻ്റെ ചേഞ്ച് ലെങ്ത് ആണ്, അതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് അല്ലെങ്കിൽ മില്ലിമീറ്റർ ആണ്. ഓക്കെ, അതുപോലെ ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താ, അതും മീറ്ററോ അല്ലെങ്കിൽ മില്ലിമീറ്ററോ ആവാം. ഓക്കെ, അപ്പോൾ രണ്ടും എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്ത് കിട്ടും, യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഇക്വേഷനാണ്
പിന്നെ ഒരു കാര്യം നമുക്ക് ജസ്റ്റ് നോക്കണം, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് നമുക്ക് നോക്കാണ്ട് മെയിനായിട്ട്. ഈ മോഡ്യൂൾ വരുന്ന ഇമ്പോർട്ടൻസ് ടേംസ് ആണ്. ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ഓക്കെ, പാസ്കൽ എന്ന് പറയുന്നത്, അതായത് ഞാൻ പറഞ്ഞു പാസ്കൽ എന്താ, പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്താ, അത് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, അതായത് ഒരു പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. 1 കിലോ പാസ്കൽ എന്ന് പറഞ്ഞാൽ 1000 പാസ്കൽ ആണ്, അതായത് 1000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, 1 മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ 10⁶ പാസ്കൽ ആണ്, അതായത് 10⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് ഈക്വൽ ടു എന്താണ്, 1 ന്യൂട്ടൺ പെർ mm² ആണ് 1 മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ പാസ്കൽ എന്താ, 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അതെന്ത് 10⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. പക്ഷെ ഇവിടെ എന്താ വന്നു, ഇവിടെ മില്ലിമീറ്റർ ആയിട്ട് വന്നു. അപ്പോൾ എന്താ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് എന്താ, 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അതുപോലെ 1 മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ മീറ്റർ സ്ക്വയറും ഇവിടെ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, എങ്ങനെ ഒന്ന് നോക്കിയാൽ മതി, ജസ്റ്റ് 10⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. മീറ്റർ എന്താ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണ്. ഇവിടെ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് വരും, 10⁶ ന്യൂട്ടൺ പെർ 1000 × 1000 വരും. അതെന്ത് വരും, മില്ലിമീറ്റർ സ്ക്വയർ വരും അല്ലേ. സോ 1000 × 1000 10⁶ ആണ് അല്ലേ. 1000 × 1000 10⁶. ഈ 10⁶ഉം ഈ 10⁶ഉം കട്ട് ചെയ്ത് പോകും. അങ്ങനെ എന്ത് കിട്ടും, 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ആ കൺവേർഷൻ നോക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം ഇത് മെയിനായിട്ട് പഠിക്കുക. 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നും 1 മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നും പഠിക്കുക. ഓക്കെ, കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ കിലോ. മെഗാ എന്ന് പറഞ്ഞാൽ 10⁻⁶. ജിഗ എന്ന് പറഞ്ഞാൽ 10⁻⁹. കിലോ, മെഗാ, ജിഗ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മെയിനായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ലോ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതാണ് നമ്മുടെ ഹുക്സ് ലോ പഠിച്ചിട്ടുണ്ടാവും. സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ആ ലോയിൽ നിന്നുണ്ടാകുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ആ ഇക്വേഷൻ നമ്മൾ അടുത്ത് നോക്കേണ്ടത്, ജസ്റ്റ് നോക്കട്ടെ. മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ നോക്കേണ്ടത് ഹുക്സ് ലോ ആണ്. ഹുക്സ് ലോ എന്ന് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരുന്നു, ഹുക്സ് ലോ എന്തായിരുന്നു, ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, സ്ട്രെയിൻ എന്നാണ്. എന്ത് ലിമിറ്റില്, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. വിത്ത് ഇലാസ്റ്റിക് ലിമിറ്റ്. സ്ട്രെസ് സിഗ്മ എന്നറിയാം, പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ എന്താണ്, സ്ട്രെയിൻ എപ്സിലോൺ എന്നറിയാം. സോ എന്ത് കിട്ടും, സ്ട്രെസ് ഈക്വൽ ടു ഈ പ്രൊപ്പോർഷണൽ സൈഡ് മാറ്റി എന്തൊക്കെ ഈക്വലിറ്റി ആക്കി ഞാൻ. അപ്പോൾ എന്ത് പറയും, ഒരു കോൺസ്റ്റന്റ് ആയ ഒരു വാല്യൂ കൊണ്ട് എന്ത് ചെയ്യും, ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ക്യാപിറ്റൽ ഇ. സോ ക്യാപിറ്റൽ സിഗ്മ ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഇൻറ്റു എപ്സിലോൺ. എപ്സിലോൺ എന്താണ്, നമ്മുടെ സ്ട്രെയിൻ ആണ്. സോ ക്യാപിറ്റൽ ഇ എന്ത് കിട്ടും, ക്യാപിറ്റൽ ഇയുടെ ഇക്വേഷൻ തരും, ഇത് പോവും. അപ്പോൾ എന്ത് കിട്ടും, സിഗ്മ ബൈ എപ്സിലോൺ. അതായത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ആ വാല്യൂ ആണ് നമ്മുടെ ക്യാപിറ്റൽ ഇ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഒരു ക്യാപിറ്റൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇ ആണ്. അതിനെ പറഞ്ഞ പേരാണ്, അതാണ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ആ ക്യാപിറ്റൽ ഇനെ പറഞ്ഞ പേരാണ് യങ്സ് മോഡുലസ്. ഇ എന്ന് പറഞ്ഞാൽ അതിനെ പറഞ്ഞ പേരാണ് യങ്സ് മോഡുലസ്. അല്ലെങ്കിൽ വേറെ പേര് പറയണത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ നമുക്ക് ഈയുടെ ഇക്വേഷൻ പഠിക്കണം. അതാണ് ഇവിടെ പഠിക്കേണ്ട മെയിനായിട്ട് ഇക്വേഷൻ. സോ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ. ഓക്കെ, ഇ എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ. അതിൻ്റെ പറഞ്ഞ പേരാണ്
യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് വെലോസിറ്റി. ഓക്കെ, സിഗ്മയുടെ യൂണിറ്റ് നമുക്കറിയാം എന്താ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെ, അല്ലെങ്കിൽ മില്ലിമീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ, ഇതിന് യൂണിറ്റ് ഉണ്ടോ, സ്ട്രെയിൻ യൂണിറ്റ് ഉണ്ടോ, ഇല്ല സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല. അപ്പോൾ ഇയുടെ യൂണിറ്റ് എന്ത് തന്നെ വരും, ഇയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെ വരും. സോ ഇയുടെ യൂണിറ്റ് എന്താ, ഇയുടെ യൂണിറ്റ് എന്ത് വരും, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ, നമുക്കറിയാം ഒരു പാസ്കലാണ് എന്ത്, ഒരു പാസ്കലാണ് ഒരു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര ചെയ്തു, 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. ഒന്ന് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ, സ്ട്രെയിൻ്റെ ഇക്വേഷൻ, മൂന്നാമത്താണ് ഹൂക്സ് ലോ പ്രകാരം നമുക്ക് എന്ത് കിട്ടി, യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, നമുക്ക് ഇതിൽ തന്നെ നോക്കാം. നമുക്കറിയാം എന്തായിരുന്നു എന്തായിരുന്നു ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിഗ്മ ബൈ എപ്സിലോൺ എന്നാണ്. ഓക്കെ, സിഗ്മയുടെ ഇക്വേഷൻ എന്താ, സിഗ്മയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താ, പി ബൈ എ ആണ് സിഗ്മയുടെ ഇക്വേഷൻ, ഡിവൈഡ് ബൈ ഇയുടെ ഇക്വേഷൻ എന്താ, എപ്സിലോണിന്റെ ഇക്വേഷൻ എന്താ, സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്താ, ഡെൽറ്റ എൽ ബൈ എൽ അല്ലേ. ഇത് എനിക്ക് ഈ, അതായത് നമുക്ക് എന്ത് കിട്ടിയപ്പോൾ ഈ ഈക്വൽ ടു എന്ത് കിട്ടി, എനിക്ക് ഈ ഈക്വൽ ടു പി ബൈ എ ഓൾ ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് കിട്ടി. എനിക്കിതിന്ന് ഡെൽറ്റ എൽ കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്യും, ഈ മൊത്തം ടൈമിനെ ഇവിടേക്ക് കൊണ്ടുപോകും സമത്തിനപ്പുറത്തേക്ക്. അപ്പോൾ ഈ ടൈം ഇങ്ങോട്ട് വരും, ഇവിടേക്ക് വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു പി ബൈ എ ബൈ ഇ വരും. ഓക്കെ, ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നോക്കിയേ, പി ബൈ എ ഡിവൈഡ് ബൈ എ ആണ്. അപ്പോൾ ഇനെ ഇപ്പോൾ 1/2/1 എങ്ങനെ ചെയ്യാം നമുക്ക്, 2 എങ്ങനെ ചെയ്യാം നമുക്ക്, 2വിനെ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, 1/2. 2വിൻ്റെ റെസിപ്രോക്കൽ എന്താ, അത് 1/2. അപ്പോൾ എന്തൊരു 1/4, അതായത് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. അപ്പോൾ എന്ത് വരും, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എങ്ങനെ വരും, അപ്പോൾ ഇത് ക്വസ്റ്റൻ വരും, ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു പി ബൈ എ ഇ എന്ന് വരും. എനിക്ക് കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ എൽ ആണ്. സോ ഡെൽറ്റ എൽ ഈ ഭാഗത്ത് നിർത്തും, എല്ലിനെ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ മുളയ്ക്ക് പോകും. അപ്പോൾ എന്ത് കിട്ടും, ഡെൽറ്റ എൽ ഈക്വൽ ടു പി എൽ ബൈ എ ഇ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ആണ് ഡെൽറ്റ എൽ ഈക്വൽ ടു പി എൽ ബൈ എ ഇ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ അടുത്ത് നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷൻ ആണ്. അടുത്ത് നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. ഒരു മിനിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ആണ്. എന്തുവരും, ഡെൽറ്റ എൽ ഈക്വൽ ടു പി എൽ ബൈ എ ഇ. ഈ മോഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. ഓക്കെ, ഡെൽറ്റ എൽ എന്തായിരുന്നു, നമ്മുടെ ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ, ചേഞ്ച് ഇൻ ലെങ്ത്. അതിനെ പറഞ്ഞ വേറെ പേരാണ് ഇലോങ്ങേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് വേർഡാണ് ഇലോങ്ങേഷൻ. ഡെൽറ്റ എല്ലിനെ പറയുന്ന വേറെ പേരാണ് ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ, വേറെ പേര് ചേഞ്ച് ഇൻ ലെങ്ത്. അതിൻ്റെ ഇക്വേഷൻ എന്താ, പി എന്തായിരുന്നു, പി നമ്മുടെ ലോഡ്, പി ലോഡ്, എൽ എന്തായിരുന്നു നമ്മുടെ ഒറിജിനൽ ലെങ്ത്, എ എന്തായിരുന്നു, എ ക്രോസ് സെക്ഷണൽ ഏരിയ, ഇ എന്തായിരുന്നു, ഇ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് അല്ലെങ്കിൽ എന്ത് പറയാം, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. യൂണിറ്റ് എന്തായിരുന്നു, ന്യൂട്ടൺ പെർ മീറ്റർ അല്ലേ. അപ്പോൾ ഡെൽറ്റ എല്ലിൻ്റെ യൂണിറ്റ് എന്താ, ചേഞ്ച് ലെങ്ത് അല്ലേ, അല്ലെങ്കിൽ ചേഞ്ച് ലെങ്ത് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ ആണ്. അപ്പോൾ എന്ത് വരും, മില്ലിമീറ്റർ എന്ന് വരാം അല്ലെങ്കിൽ മീറ്റർ എന്ന് വരാം. സാധാരണ വരാം മില്ലിമീറ്റർ, കാരണം നമ്മൾ മിക്ക പ്രോബ്ലം എന്തായിരിക്കും, മില്ലിമീറ്ററിലായിരിക്കും. സോ മില്ലിമീറ്റർ ആണ് സാധാരണ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, മില്ലിമീറ്റർ ആണ് നമ്മുടെ സാധാരണ വാല്യൂസ് ആയിട്ട് വരാം. ഓക്കെ, സാധാരണ നമുക്ക് ഇക്വേഷനിലൊക്കെ വരാം അപ്പോൾ നമുക്ക് ന്യൂട്ടൺ എന്ത് വരും, ഇപ്പോൾ സിഗ്മ സ്ട്രെസ് എടുക്കുകയാണെങ്കിൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എടുക്കേണ്ടി വരും. സാധാരണ ഏതാണ് ആ ടൈപ്പാണ് വരിക യൂണിറ്റ് എടുക്കുമ്പോൾ. മീറ്ററിന് പകരം എന്താക്കിയാൽ മതി, മില്ലിമീറ്റർ ആക്കിയാൽ മതി. ഓക്കെ, സോ ഇത്രയും കളറാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസ്. സോ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓരോ പ്രോബ്ലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഓക്കെ.
പ്രോബ്ലം നോക്കാം കേട്ടോ. പ്രോബ്ലം എന്തായിരുന്നു? എ സ്റ്റീൽ സ്പെസിമെൻ ഓഫ് 40 mm diameter and length 200 mm. Okay, wait. Okay, a steel specimen 40 mm diameter. അപ്പോൾ diameter എത്രയാണ്? 40 mm. ഓക്കെ, ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? 200 mm. was found to be elongate എന്തായിരുന്നു നമ്മുടെ ഡെൽറ്റ കട. ഇലോങ്ങേറ്റ് എന്തായിരുന്നു? ഡെൽറ്റ എൽ ആണ് അല്ലേ? അത് തന്നിട്ടുണ്ട്. ഡെൽറ്റ എം തന്നിട്ടുണ്ട് എത്രയാ? 0.2 mm. when it is subjected to tensile load 40 kilonewton, find the Young's modulus of the steel specimen. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതാ യങ്സ് മോഡുലസ് ആണ്. ക്യാപിറ്റൽ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് അല്ല. യങ്സ് മോഡുലസ് എന്താണ്? ക്യാപിറ്റൽ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറിയണം ഇക്വേഷൻസ് ആദ്യം എന്ത് ചെയ്യാം? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലം നോക്കാം. ഓക്കെ, എനിക്ക് അപ്പോൾ ഞാൻ ആൻസർ ഇടാൻ പോവാണ്. ഓക്കെ, ഗിവൺ ഡാറ്റ ഇടുക. ഗിവൺ ഓക്കെ, എന്താണ് ഫസ്റ്റ്? സ്റ്റീൽ സ്പെസിമെൻ ഓഫ് 40 mm ഡയാമീറ്റർ ആണ്. അപ്പോൾ എന്താ അർത്ഥം? അതായത് ഒരു സ്റ്റീൽ സ്പെസിമെൻ ആണ്. ഇങ്ങനെയാണ് വരാം. ഓക്കെ, ഇങ്ങനെ പോകും. ഈ സ്റ്റീൽ സ്പെസിമെൻ അതിൻ്റെ ഡയാമീറ്റർ ഒന്നുണ്ട്. ഡയാമീറ്റർ എത്രയാ? ഈ ഡയാമീറ്റർ വാല്യൂ ആണ് ഡി അല്ലേ? ഡി തന്നിട്ട് എത്രയാ? ഡി എന്താ? ഡി എന്ന് പറഞ്ഞാൽ 14 mm ആണ് തന്നിട്ടുണ്ട്, ചോദിച്ചു തന്നിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞേ? ആൻഡ് ലെങ്ത് എത്രയാണെന്നാണ്? ഈ ലെങ്ത് ഇതാണ് നമ്മുടെ ഈ ലെങ്ത് അല്ലേ? ആ ലെങ്ത്തിൻ്റെ വാല്യൂ എത്രയാണെന്നാണ്? ലെങ്ത് എന്ന് പറഞ്ഞാൽ 200 mm ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ പിന്നെ mm was found to be elongate del 0.2. അതായത് ഞാൻ ഈ മെറ്റീരിയൽ എന്ത് ചെയ്തു? ഞാൻ ഒരു ടെൻസൈൽ ലോഡ് കൊടുത്തപ്പോൾ, ടെൻസൈലാണ് അല്ലേ? ടെൻഷനാണ്. അപ്പം എൻ്റെ അർത്ഥം എന്താ? പുള്ളിങ് ഫോഴ്സ് ആണ് അല്ലേ? വലിക്കുകയാണ്, അങ്ങോട്ട് വലിക്കതേ. ഇങ്ങനെയാണ് ഫോഴ്സ് തരാം അല്ലേ? ഇങ്ങനെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക. രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യും? പിടിച്ച് വലിക്കും. അങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ലെങ്ത്ത് കൂടും. എത്ര കൂടും? ഇങ്ങനെ മാറും. ഇത്രയും ഭാഗം എന്ത് ചെയ്യും? കൂടും. ഇത്രയും ഭാഗം എന്തായി? കൂടി. ഇത്രയും ഭാഗം കൂടി. അതാണ് നമ്മുടെ ഡെൽറ്റ എൽ. ഇതാണ് ഡെൽറ്റ എൽ. ഇതെന്തല്ല? ഇത് നമ്മുടെ ക്യാപിറ്റൽ എൽ. ഓക്കെ, ഇത്രയും ഭാഗം കൂടി. അതാണ് ഈ ലോങ്ങേറ്റ് എത്രയാ? 0.2 mm. അപ്പോൾ ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ എനിക്ക് തന്നിട്ടുണ്ട്. എന്താ? 0.2 mm എന്ന വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. വെൻ ഇറ്റ് സബ്ജക്റ്റ് എന്ത്? ലോഡ് തന്നിട്ടുണ്ട്. ലോഡ് എന്താ? 14 kN ആണ് അല്ലേ? പി തന്നു. പി എന്താ? ഇതല്ല പി. ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? പി. ലോഡ് എത്ര തന്നിട്ടുണ്ട്? 40 kN തന്നിട്ടുണ്ട്. സോ പി ഈക്വൽ ടു 40 kN. kN ആണ്. എന്താക്കണം? ന്യൂട്ടൺ ആക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? 14 ഇൻറ്റു കിലോ എന്താ? 10⁻³ അല്ലേ? സോ 10⁻³ ന്യൂട്ടൺ. ഓക്കെ, ഇത്രയും വാല്യൂ തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദി യങ്സ് മോഡുലസ് ഓഫ് ദി സ്റ്റീൽ സ്പെസിമെൻ. യങ്സ് മോഡുലസ് ആണ്, അതായത് എൻ. ഇ ആണ്, ക്യാപിറ്റൽ ഇ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കണം അല്ല? ക്യാപിറ്റൽ ഇ ആണ് എന്ത്? യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് വെലോസിറ്റി. ആ ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യണത് എവിടെയാണ്? നോക്കിയേ, ലോഡ് എവിടെ അപ്ലൈ ചെയ്യണേ? ലോഡ് ഇപ്പോൾ ഇതാണ് എൻ്റെ മെറ്റീരിയൽ വയ്ക്കുക. ലോഡ് എവിടെയാണ്? ഈ സെക്ഷനിലാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യണേ. നമ്മൾ അപ്ലൈ ചെയ്യണത് എവിടെയാണ്? ഈ സെക്ഷനിലാണ്, ക്രോസ് സെക്ഷനിലാണ് അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൻ്റെ ഏരിയ ആണ് നമ്മൾ, അതായത് ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. അതായത് ഈ ഏരിയ എടുക്കണ്ട. അതായത് ഈ സർഫസ് ഏരിയ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് എടുക്കേണ്ടത്? ക്രോസ് സെക്ഷൻ ഏരിയ ആണ് നമുക്ക് എടുക്കേണ്ട ആവശ്യം. സർഫസ് ഏരിയ എടുക്കേണ്ട ആവശ്യമില്ല. ക്രോസ് സെക്ഷൻ ഏരിയ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ട ആവശ്യം. ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് എന്ത് ചെയ്യേണ്ട? എടുക്കേണ്ട ആവശ്യം. അപ്പോൾ എനിക്കറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ അറിയുന്ന ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പോവാ? ജസ്റ്റ് ഒന്ന് എഴുതാൻ പോവാണ്. എനിക്ക് ഏതൊക്കെ ഇക്വേഷൻ? എനിക്കറിയാം സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താ? P/A എന്നറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഏത് ഇക്വേഷൻ അറിയാം?
വേറെ ഇക്വേഷൻ അറിയാമെങ്കിൽ എനിക്കറിയണ ഇക്വേഷൻ പിന്നെ ഏതാ സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്താ ഡെൽറ്റ എൽ ബൈ എൽ അറിയാം. ഓക്കെ, പിന്നെ ഏത് ഇക്വേഷൻ എനിക്കറിയാം, പിന്നെ അറിയണ ഇക്വേഷൻ എന്താ ക്യാപിറ്റൽ ഇയുടെ ഇക്വേഷൻ അറിയാം, എന്താ സിഗ്മ ബൈ എപ്സിലോൺ അറിയാം. പിന്നെ ഏതാ ഡെൽറ്റ എൽ ഇക്വേഷൻ ഏതാ പി എൽ ബൈ എ. ഇത്രയും ഇക്വേഷൻ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക സൈഡിൽ. എന്നിട്ട് നോക്കാം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഇല്ല, അപ്പോൾ എഴുതെടുക്കേണ്ട ആവശ്യമില്ല. ക്യാപിറ്റൽ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, അപ്പോൾ ഈ ക്യാപിറ്റൽ ഇവിടെ ഉണ്ടാവില്ല, എക്സ്പോൺസ് ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. പക്ഷെ എന്താ അറിയാം, സ്ട്രെസ് കണ്ടുപിടിക്കണം, സ്ട്രെയിൻ കണ്ടുപിടിക്കണം. ഓക്കെ, സ്ട്രെസ്സും കണ്ടുപിടിക്കണം, സ്ട്രെയിനും കണ്ടുപിടിക്കണം. പിന്നെ നോക്കിയേ, പിന്നെ അടുത്ത ഇക്വേഷൻ ഇതാണ് അല്ലേ. ഇത് നോക്കിനി, ഇവിടെ ഇ ഉണ്ട്. സോ എനിക്ക് ഇ കണ്ടുപിടിച്ചാൽ മതിയില്ലേ. ഡെൽറ്റ എൽ തന്നിട്ടുണ്ട്, പി തന്നിട്ടുണ്ട്, എൽ തന്നിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കാൻ ഞാൻ ഡി വെച്ച് കണ്ടുപിടിക്കാം അല്ലേ. സർക്കിളാണ് അല്ലേ, സർക്കിളാണ്. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ എന്താ, ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, സർക്കിൾ ആകുമ്പോൾ ഏരിയയുടെ ഇക്വേഷൻ എന്താ π/4 ഡി സ്ക്വയർ ആണ് അല്ലേ. π/4 ഇൻറ്റു ഡി എത്രയാണെന്നാണ് 14 mm ആണ്. 14 സ്ക്വയർ എന്ത് കിട്ടും എനിക്ക് വാല്യൂ, എയുടെ വാല്യൂ എന്ത് കിട്ടും 153.9 mm സ്ക്വയർ കിട്ടും. അപ്പം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇക്വേഷൻ ഏതാ, ഇതാണ് എടുക്കാൻ. കാരണം എന്താ, ഇതിൽ ഡയറക്റ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം, ഇത് വെച്ച് കണ്ടുപിടിക്കാം. പക്ഷെ എന്ത് ചെയ്യണം, ആദ്യം സ്ട്രെസ് കണ്ടുപിടിക്കണം. സ്ട്രെസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, P/A ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എപ്സിലോൺ, അതായത് സ്ട്രെയിൻ കണ്ടുപിടിക്കുക. എന്താ ഡെൽറ്റ എൽ വല്ല് ചെയ്യുക. ഡെൽറ്റ എൽ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഇത് രണ്ടും കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക, ഇവിടെ വിട്ടുകൊടുത്താലും മതി. പക്ഷേ ഞാൻ ഒറ്റ ഇക്വേഷൻ എടുത്തു, ഇത് ഡെൽറ്റ എൽ ഈക്വൽ ടു PL/A എടുത്തു. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഞാൻ ഈ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നോക്കിക്കോട്ടോ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിക്കോ. ഓക്കെ, ഇവിടേക്ക് ഏതാണ് നമുക്കറിയാം, എന്താ ഡെൽറ്റ എൽ ഈക്വൽ ടു എന്താ, ഞാൻ ഈ ഇക്വേഷൻ ആണ് PL/A ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇ ആണ്. സോ ഇനെ എന്ത് ചെയ്യാം, ഞാൻ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ മുകളിലേക്ക് പോകും, ഡെൽറ്റ എൽ താഴത്തേക്ക് വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഇ ഈക്വൽ ടു എന്ത് എഴുതാം, PL/A ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് എഴുതാം അല്ലേ. ഞാൻ ഒന്നുമില്ല, ഞാനെനിക്ക് ഇ ആണ് കിടക്കണേ, ഈ താഴത്തേക്ക് എടുക്കണേ, സമത്തിനപ്പുറം എന്താവും, അത് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഡിവിഷനാണ്, ഇവിടത്തേക്ക് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എന്ത് ചെയ്യും, ഈ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് മുകളിലേക്ക് പോകും. അപ്പോൾ അവിടെയുള്ള ഡെൽറ്റയിൽ എന്ത് ചെയ്യും, അത് മുകളിൽ എടുക്കണേ, അത് എന്ത് ചെയ്യും, സമരം വരുമ്പോൾ എന്ത് വരും, താഴത്തേക്ക് വരും. ഓക്കെ, അതാണ് ഈ ഇക്വേഷൻ വന്നിട്ട് ഇ ഈക്വൽ ടു പി ഇൻറ്റു എൽ ബൈ ഡെൽറ്റ എൽ. ഓക്കെ, ഇ അറിയാം, ഇ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. പി എത്രയാ, പി നമുക്കറിയാം. പി എത്രയാണ്, പി എന്താ 40 ഇൻറ്റു 10⁻³ ആണ് പിയുടെ വാല്യൂ. സോ എന്ത് ചെയ്താം, 40 ഇൻറ്റു 10⁻³ പി എഴുതി. ഓക്കെ, ഇൻറ്റു എൽ എത്രയാ, ക്യാപിറ്റൽ എൽ എത്രയാ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 200 mm ആണ് ക്യാപിറ്റൽ എൽ. അപ്പോൾ അത് എഴുതി, 200 ഡിവൈഡ് ബൈ ഏരിയ എത്രയാണ് കണ്ടുപിടിച്ചത്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചറിയാം 153.9 അല്ലേ. 153.9 153.9 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ ഞാൻ ആ വാല്യൂ എഴുതി. ഓക്കെ, എന്ത് ചെയ്യുക, എന്ത് ചെയ്യുക, ഇൻറ്റു എന്ത് ചെയ്യുക, ഡെൽറ്റയിൽ തന്നിട്ട് എത്ര, ഡെൽറ്റയിൽ വാല്യൂ, ഡെൽറ്റയിൽ എന്ന് പറഞ്ഞാൽ 0.02 അല്ലേ. ഡെൽറ്റയിൽ തന്നിട്ട് എത്രയാ, 0.02 തന്നിട്ടുണ്ട്. ഡെൽറ്റയിൽ എന്ന് പറഞ്ഞാൽ 0.02 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും വാല്യൂസ് എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക. എനിക്ക് എന്ത് കിട്ടും, ഈക്വൽ ടു എന്ത് കിട്ടും, ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ അറൗണ്ട് 2.598 ഇൻറ്റു 10⁻⁵ Nm/mm² എന്ന വാല്യൂക്ക് കിട്ടും. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഈ മെത്തേഡ് ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കറിയാം ബേസിക് ഇക്വേഷൻ എന്താ, സിഗ്മ ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ, P/A ആണ് അല്ലേ. സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്താ, ഡെൽറ്റ L/L ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഇക്വേഷൻ എന്ത് ചെയ്യും, ഇത് തിരിച്ചിട്ട് ഗുണിക്കുക, ഈ വാല്യൂ എന്ത് ചെയ്യുക, തിരിച്ചിട്ട് ഗുണിക്കുക. അതായത് 1/2/2/3 നമുക്ക് എങ്ങനെ ചെയ്യാം, ഈ 2/3 തിരിച്ചിടുക. അപ്പോൾ എന്ത് വരും, 1/2 ഇൻറ്റു ഈ 2/3 തിരിച്ചിടുമ്പോൾ എന്ത് വരും, 3/2 വരും. അങ്ങനെ എന്ത് ചെയ്യാം, 3/4 അങ്ങനെ കണ്ടുപിടിക്കാം. സെയിം ഇവിടെ ചെയ്യാം, എന്താ PA/ΔL/L അല്ലേ. സോ ഇത് തിരിക്കുക, ഇത് കിട്ടും
പി ബൈ എ ഇൻറ്റു തിരിക്കുമ്പോൾ എന്ത് വരും എൽ ബൈ ഡെൽറ്റ എൽ വരും. സോ എന്ത് എഴുതാം പി എൽ ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ. ഓക്കെ സെയിം അതല്ല ഞാനിവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഫൈനൽ. ഇപ്പം നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇ ആണ്. സോ ഇ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരാം. ഓക്കെ നമുക്ക് ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം കേട്ടോ. അടുത്ത പ്രോബ്ലം നോക്കിയേ. ഓക്കെ എ സർക്കുലർ സ്റ്റീൽ റോഡ്. അപ്പോൾ സർക്കുലർ ആണ് സെക്ഷൻ. ഓക്കെ 2 സെന്റിമീറ്റർ ഡയമീറ്റർ എത്രയാ തന്നാണ് 2 സെന്റിമീറ്റർ ആണ്. ആൻഡ് 150 സെന്റിമീറ്റർ ലോങ് ഡിസ്റ്റൻസ് ആണ് എത്രയാണ് 150 സെന്റിമീറ്റർ ലോങ് ആണ്. സബ്ജക്ട് ടു ആൻ ആക്സിയൽ പുൾ ആണ്. അപ്പം ടെൻഷൻ ആണ് എത്ര 20 കിലോന്യൂട്ടൺ. ഇഫ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ റോഡ് ഈസ് 2 × 10⁵ ന്യൂട്ടൺ മീറ്റർ ഡിറ്റർമൈൻ സ്ട്രെസ് കണ്ടുപിടിക്കണം, സ്ട്രെയിൻ കണ്ടുപിടിക്കണം, ഇലോങ്ങേഷൻ ഓഫ് റോഡ്. കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ മുമ്പ് ചെയ്തത് 2022 ചെയ്ത ക്വസ്റ്റ്യൻ. ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത്, മെയിനായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം എങ്ങനെ ചെയ്യുക വരാമെന്ന്. ഓക്കെ എന്താണ് സ്റ്റീൽ സർക്കുലർ റോഡാണ്. സർക്കുലർ റോഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തേ സർക്കുലർ റോഡ് അല്ലേ, സർക്കുലർ റോഡ് വരച്ചു. ഓക്കെ ഡയമീറ്റർ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡിയുടെ വാല്യൂ എത്ര തന്നെ, ഡിയുടെ വാല്യൂ 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ ഇവിടെ നമ്മൾ നോക്കിയേ യങ്സ് മോഡുലസ് തന്നത് ഏതാ 2 × 10⁵ ആണ് അല്ലേ. യങ്സ് മോഡുലസ് ഏതാണ് 2 × 10⁵ ആണ്. ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. മില്ലിമീറ്റർ ആണ് അല്ലേ. നമുക്ക് തന്ന യങ്സ് മോഡുലസിന്റെ വാല്യൂ ഇതെന്താ സെന്റിമീറ്റർ ആണ്. ഇതൊക്കെ തന്ന എന്താ സെന്റിമീറ്റർ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തന്ന mm² ആയ കാരണം അതായത് ക്യാപിറ്റൽ ഇ തന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാ 2 × 10⁵ ന്യൂട്ടൺ പെർ mm² എന്നാണ്. mm² ആയ കാരണം എന്ത് ചെയ്യുക, ബാക്കി എല്ലാ ടൈം എന്താക്കുക mm² ആക്കുക. സോ 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ mm ആക്കി എന്ത് ചെയ്യുക, 1 സെന്റിമീറ്റർ 10 mm ആണ്. അപ്പോൾ എന്ത് ചെയ്യും 20 mm 2 × 10 അല്ലേ 20 mm. ഓക്കെ അടുത്ത് എന്ത് ചെയ്യുക, ഈ ലെങ്ത് അല്ലേ, ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എത്ര തന്നെ L = എത്ര തന്നെ L എന്ന് പറഞ്ഞാൽ 150 സെന്റിമീറ്റർ ആണ്. L എന്ന് പറഞ്ഞാൽ 150 സെന്റിമീറ്റർ ആണ്. എന്താക്കണം ഇതിനെ mm കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക 10 കൊണ്ട് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും 150 × 10 എത്രയും, അപ്പോൾ 1500 mm. ഓക്കെ ഇത്രയും കാര്യം ഞാൻ എഴുതി. പിന്നെ എന്ത് തന്നിട്ടുണ്ട് നമുക്ക് ചോദ്യത്തിൽ ഈ തന്നിട്ടുണ്ടല്ലേ, യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് എത്രയാ ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാ എന്ന് പറഞ്ഞാൽ 2 × 10⁵ ന്യൂട്ടൺ പെർ mm² തന്നിട്ടുണ്ട്. ഇനി വല്ലതും തന്നിട്ടുണ്ടോ, ഇല്ല വേറെ ഒന്നും തന്നിട്ടില്ല. സോ ഡയാമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ പിന്നെ ലോഡ് തന്നിട്ടല്ലേ, ലോഡ് എന്താ ആക്സിയൽ പുള്ളാണ്. പുള്ള് തന്നെ വലിക്കല്ല. അപ്പോൾ അത് ഇവിടുന്നും വലിയ വരും ഇവിടുന്നും വലിയ വരും അല്ലേ. ആക്സിയൽ പുള്ളാണ് തന്നെ. സോ ആക്സിയൽ പുള്ള് എത്ര തന്നിട്ടുണ്ട് പി ആണ് പുള്ള്. അതിൽ ലോഡ് എത്ര തന്നിട്ടുണ്ട് 20 കിലോന്യൂട്ടൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ന്യൂട്ടൺ ആക്കണം അല്ല. അപ്പോൾ എന്ത് ചെയ്യുക 20 × 10⁵ ന്യൂട്ടൺ. ഓക്കെ ഇത്രയും കാര്യം നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇനി ചോദ്യം എന്താ, ഫസ്റ്റ് സ്ട്രെസ് ആണ്. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് സ്ട്രെസ്. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് സ്ട്രെസ് ആണ്. സോ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇക്വേഷൻസ് നമുക്കറിയാം. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് സ്ട്രെസ് ആണ്. ഒന്നാമത്തെ സ്ട്രെസ് ആണ് സിഗ്മയുടെ ഇക്വേഷൻ P/A ആണ്. ഓക്കെ പി നമുക്കറിയാം എത്രയാ 20 × 10⁵ ആണ്. പക്ഷേ എ അറിയോ,
എന്ത് ഏരിയ ഞാൻ പറഞ്ഞു ലോഡ് എവിടെ കൊടുക്കുന്നു ആ സെക്ഷനാണ്. അപ്പോൾ ഇവിടെയാണ് ലോഡ് വലിക്കണം. അപ്പോൾ എന്ത് സെക്ഷൻ അത്? ക്രോസ് സെക്ഷനാണ്. അപ്പോൾ എന്ത് സെക്ഷൻ അത്? അതൊരു സർക്കുലർ സെക്ഷനാണ് അല്ലേ? സർക്കുലർ സെക്ഷനാണ്. ഇതെന്ത് സെക്ഷനാണ്? ഒരു സർക്കുലർ സെക്ഷനാണ്. സോ എന്ത് ചെയ്യുക? സർക്കുലർ സെക്ഷൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയയുടെ ഇക്വേഷൻ എ ഈക്വൽ ടു എന്താ? π/4d². ഓക്കെ, ഡി നമുക്കറിയാം എത്ര? 20 mm. സോ എന്ത് കിട്ടും? π/4 ഇൻറ്റു 20 സ്ക്വയർ അല്ലേ? 20 സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറൗണ്ട് 314.16 mm² എന്ന വാല്യൂ എനിക്ക് കിട്ടും. ഓക്കെ, 314.16 mm². ഇതാണ് നമ്മുടെ സിഗ്മ ഈക്വൽ ടു P/A. ഓക്കെ, സോ പി അറിയാം. പി എത്രയാ? 20 ഇൻറ്റു 10⁻³ ലോഡ് നമുക്ക് കണ്ടുപിടിച്ച എത്രയാ? 314.16 mm² അല്ലേ? ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 63.66 N/mm². ഏത് കിട്ടി? സ്ട്രെസ് കിട്ടി ഒന്നാമത്തെ. അപ്പോൾ ഒന്നാമത്തെ എന്ത് കിട്ടി? എനിക്ക് ഒന്നാമത്തെ വാല്യൂ കിട്ടി. ഒന്നാമത്തെ വാല്യൂ എന്ത് കിട്ടി? ഒന്നാമത്തെ വാല്യൂ കിട്ടി എന്താ? ഒന്നാമത്തെ വാല്യൂ എനിക്ക് 63.66 N/mm² കിട്ടി. ഇക്വേഷൻസ് വെറുതെ കൊടുത്തുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേണ്ടത് എന്താ? രണ്ടാമത്തെ ഇക്വേഷനാണ് എന്താ? സ്ട്രെയിൻ. സോ രണ്ടാമത്തെ എടുത്തു. സ്ട്രെയിൻ എന്താ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ. ഇക്വേഷൻ എന്താ? ΔL/L. ഓക്കെ, ഇവിടെ ΔL തന്നിട്ടുണ്ട്. നമുക്ക് L അറിയാം. L തന്നിട്ടുണ്ട്. L എത്രയാ? നമുക്ക് L എത്രയാ? L 150 അല്ലേ? L തന്നിട്ടുണ്ട്. Lൻ്റെ വാല്യൂ എത്രയാ? Lൻ്റെ വാല്യൂ 150. ഓക്കെ, L തന്നിട്ടുണ്ട്. ΔL തന്നിട്ടുണ്ട്. എലോങ്ങേഷൻ തന്നിട്ടുണ്ടോ ചോദ്യത്തിൽ? ഇല്ല അല്ലേ? ഇത് എലോങ്ങേഷൻ തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് തന്നത് ഡയാമീറ്റർ തന്നിട്ടുണ്ട്. L ക്യാപിറ്റൽ L ആണ് തന്നിട്ടുണ്ട്, എലോങ്ങേഷൻ അല്ല. പിന്നെ ഇതുപോലെ തന്നിട്ട് പുൾ തന്നിട്ട് ചേഞ്ച് ലെങ്ത് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പഴയ പോലെ എന്ത് ചെയ്യുക? എല്ലാ ഇക്വേഷൻസും എഴുതി വെക്കുക. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എനിക്കറിയാം എന്താ? സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ P/A എന്നാണ് എനിക്കറിയാം. ഓക്കെ, സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്താ? ΔL/L എന്ന് എനിക്കറിയാം. പിന്നെ ഈയുടെ ഇക്വേഷൻ എന്താ? σ/ε എന്നറിയാം. നോക്കിയേ, ഈ 3 ഇക്വേഷൻ നമ്മൾ നോക്കി. ഇവിടെ എത്തിയവയ്ക്ക് മനസ്സിലാക്കണ്ട. ഈ തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. ഓക്കെ, സിഗ്മ ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ കണ്ടുപിടിച്ചോടെ. അപ്പോൾ ഈയുടെ ഇക്വേഷൻ എന്ത് വരും? അതെ, എപ്സിലോണിൻ്റെ ഇക്വേഷൻ എന്ത് വരും? സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഇത് ഇങ്ങോട്ട് വരും അല്ലേ? അപ്പോൾ σ/E ഇവിടുന്ന്. അപ്പോൾ എനിക്ക് ഈ ഇക്വേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, ഈ ഇക്വേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്ട്രെയിൻ എനിക്ക് വേറെ ഇക്വേഷൻ എടുക്കാം. എന്താ? സ്ട്രെയിൻ എപ്സിലോൺ ഈക്വൽ ടു എന്തെടുക്കാം? σ/E എന്ന ഇക്വേഷൻ. നമുക്കറിയാം ക്യാപിറ്റൽ ഈയുടെ ഇക്വേഷൻ എന്താ? σ/ε ആണ്. സോ ഇതിന് എനിക്ക് എപ്സിലോൺ കണ്ടുപിടിക്കണ്ടേ. എപ്സിലോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? എപ്സിലോൺ ഇങ്ങോട്ട് പോവും, ക്യാപിറ്റൽ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്ത് വരും? എപ്സിലോൺ ഈക്വൽ ടു σ/E വരും. അങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എനിക്ക് അറിയാം. സ്ട്രെസ് എത്ര കിട്ടണമെങ്കിൽ നമുക്ക് ഇതേ 63.66. സോ 63.66 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ തന്നിട്ടുണ്ടല്ലേ ചോദ്യത്തിൽ. ക്യാപിറ്റൽ എന്താ തന്നെ? ക്യാപിറ്റൽ 2 ഇൻറ്റു 10⁻5 അല്ലേ? 2 ഇൻറ്റു 10⁻5 നമുക്ക് തന്നിട്ടുണ്ട് ക്യാപിറ്റൽ. അപ്പോൾ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. സോ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 2 ഇൻറ്റു 10⁻L. സോ ക്യാപിറ്റൽ 2 ഇൻറ്റു 10⁻5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക അറൗണ്ട് 0.0000318. യൂണിറ്റ് ഉണ്ടോ? ഇല്ല, യൂണിറ്റ് ഇല്ല. സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താ? അടുത്ത ചോദ്യം എന്താണ്? ഇലോങ്ങേഷൻ ഓഫ് ദി റോഡ് അല്ലേ? ഇലോങ്ങേഷൻ എന്താ? നമ്മൾ നേരത്തെ ΔL ആണ് ഇലോങ്ങേഷൻ അല്ലേ? അതിൻ്റെ ഇക്വേഷൻ എടുക്കുക. സോ മൂന്നാമത്തെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലോങ്ങേഷൻ ഓഫ് ദി റോഡ്. ഇലോങ്ങേഷൻ ഓഫ് ദി റോഡ് അതാണ് ΔL അല്ലേ? ഓക്കെ, ΔLൻ്റെ ഇക്വേഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? PL/AE നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്. വേറെ ഇക്വേഷൻ അതല്ല ΔLക്ക് നോക്കിയടാ. നമുക്കറിയാം സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്താ? ΔL/L അല്ലേ? സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്താ? ΔL/L. ഓക്കെ, ഇതിന്ന് ΔLൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ആവില്ലേ? അപ്പോൾ ഇതിന്ന് ΔL എന്ത് വരും? ΔL ഈക്വൽ എന്ത് വരും? സ്ട്രെയിൻ ഇൻറ്റു ലെങ്ത്. അപ്പോൾ നമുക്ക് ഇതെടുക്കാം, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ സമയം നമ്മുടെ നഷ്ടപ്പെടും. P അറിയാം, L അറിയാം, A അറിയാം, E അറിയാം, എല്ലാം അറിയാം.
പക്ഷെ നമ്മുടെ സമയം എന്താവും, കാൽക്കുലേഷൻ സമയം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേറെ ഇക്വേഷൻ എടുത്തു. ഡെൽറ്റയിലേക്ക് ഒരു സ്ട്രെയിൻ ബൈ ഇൻറ്റു എൽ. സ്ട്രെയിൻ കിട്ടിയ എന്താ, സ്ട്രെയിൻ്റെ വാല്യൂ എനിക്ക് അറിയാം എന്താ, 0.0000318. എല്ലാം അറിയാം. ലെങ്ത് എത്രയാ, റോഡിൻ്റെ ലെങ്ത് എത്രയാ, 1500 mm അല്ലേ. സോ ഞാൻ എന്ത് ചെയ്തു, എല്ലിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എപ്സിലോൺ അറിയാം എനിക്ക് എന്ത്, 0.0000318 ഇൻറ്റു എന്ത് ചെയ്യുക, 1500. ഓക്കെ, 1500 ചെയ്യുക. അപ്പം എന്ത് കിട്ടും നമുക്ക് വാല്യൂ, 0.4775. യൂണിറ്റ് എന്താ, ഡെൽറ്റ എലോങ്ങേഷൻ ആണല്ലേ. ഓക്കെ, മീറ്റർ ആണോ, അല്ല മില്ലിമീറ്റർ ആണ്. നമ്മളെല്ലാം ചെയ്ത് മില്ലിമീറ്റർ. സോ മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ലെങ്ത് ആയാണ് മില്ലിമീറ്റർ. അപ്പോൾ നമ്മൾ 3 എണ്ണത്തിന് എന്ത് ചെയ്യും, ആൻസർ കിട്ടി. 3 നമ്മൾ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് ചെയ്തു. ഓക്കെ, ഇതാണ് സെക്കൻഡ് പ്രോബ്ലത്തിൻ്റെ വാല്യൂസ്. ഓക്കെ, ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം കേട്ടോ. അടുത്ത പ്രോബ്ലം ആണ് a 1.5 meter long steel bar of width 50 mm and thickness 20 mm is subjected to an axial tensile force of 120 kilonewton. If the elongation in the length of the bar is 0.9 mm, calculate the intensity of stress, strain and modulus of elasticity of the material of the bar. ചോദ്യം കാണുമ്പോൾ വളരെ വലിയ ചോദ്യമായിട്ട് തോന്നും, പക്ഷെ വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആ ഫിഗർ വരയ്ക്കാം. ഓക്കെ, 1.5 മീറ്റർ ലോങ് സ്റ്റീൽ ബാർ. അപ്പം ലോങ് ആണ് അല്ലേ, ലോങ് എന്താ, ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. ലോങ് ബാർ ആണ്, വിഡ്ത്തും തിക്നെസ്സും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ, അത് സ്ക്വയർ അല്ലേ, വിഡ്ത്ത് എന്നാണ്, എന്ത് തിക്നെസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ, സ്ക്വയർ അല്ലേ, വിഡ്ത്ത്. അതെ, ഇങ്ങനെയായിരിക്കും ബാർ വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും ബാർ. ഇതായിരിക്കും എൻ്റെ ബാർ. ഓക്കെ, വിഡ്ത്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് ബി. അതുപോലെ എന്ത് തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട് ടി അല്ലേ. പിന്നെ എന്താ നോക്കി, ഇതാണ് ലെങ്ത്ത്, ലെങ്ത്തും തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ അതേ വരയ്ക്കാൻ പോകട്ടെ. ഫസ്റ്റ് ഗിവൺ ഡാറ്റ, ഗിവൺ വിഡ്ത്ത് അതാണ് ബി അല്ലേ. എത്രയാണെന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ 50 mm. 50 mm. ഓക്കെ, അടുത്തത് ഏതാ, തിക്നെസ് ടി. ടി തന്നിട്ടുണ്ട്, തിക്നെസ് എത്രയാ, ടിയുടെ വാല്യൂ എത്രയാ, 20 mm. സോ 20 mm തിക്നെസ് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ, ലെങ്ത്ത്. ലെങ്ത്ത് എന്താ, ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ ആണ്. ഇത് രണ്ടും മില്ലിമീറ്ററും. അപ്പോൾ ഇതെന്താ, ഇത് മീറ്റർ. അപ്പോൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മില്ലിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 1.5 മീറ്റർ. അപ്പോൾ എന്ത് ചെയ്യാം, 1.5 × 10⁻³ മില്ലിമീറ്റർ. ഓക്കെ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, 1.5 മീറ്റർ. 1.5 × എന്ത് ചെയ്യുക, 10⁻³ മില്ലിമീറ്റർ. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് എന്തുണ്ട് തന്നിട്ടുണ്ട്. സോ ഞാൻ ഈ ജസ്റ്റ് വാല്യൂസ് മാത്രം കൊടുക്കാൻ പോട്ടെ ഇവിടെ. ഓക്കെ, തിക്നെസ് എന്നത്, തിക്നെസ് എത്രയാ, തിക്നെസ് 50. ഓക്കെ, സോറി വിഡ്ത്ത്, സോറി ഇത് സോറി തിക്നെസ് 20, തിക്നെസ് 20, വിഡ്ത്ത് 50, ലെങ്ത് എത്രയാ, 1.5 × 10⁻³ മില്ലിമീറ്റർ. ഓക്കെ, ഇത് നോക്കിയേ, ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ് ഓഫ് 120 kN അല്ലേ. ഒരു ടെൻസൈൽ ഫോഴ്സ്, ടെൻസൈൽ ഫോഴ്സ് എന്താ, പുള്ളിങ് ഫോഴ്സ് ആണ് അല്ലേ. അതായത് ഇവിടുന്ന് പിടിച്ച് വലിക്കും ഇങ്ങോട്ട് അല്ലേ, അതാണ് പി. അതുപോലെ ഇപ്പുറത്തൊരു സെക്ഷൻ ഉണ്ടായിരിക്കുക, ഇങ്ങനെ സെക്ഷൻ ഉണ്ടാവും. ആ സെക്ഷൻ എന്ത് ചെയ്യും, അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നുണ്ടാവും അല്ലേ. രണ്ട് ഭാഗത്തും എന്ത് ചെയ്യും, പി പിടിച്ച് വലിക്കുന്നുണ്ട്. പിയുടെ വില എത്ര തന്നെ,
പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാ 120 കിലോ ന്യൂട്ടൺ ആണ്. എന്ത് ചെയ്യാം, ന്യൂട്ടൺ ആക്കണം. സോ 120 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ ആക്കി. സോ പിയുടെ വാല്യൂ എന്താ 120 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. ഓക്കെ, ഇത് വലിച്ചു. കണ്ടുപിടിക്കേണ്ട എന്താ, ഇൻറ്റൻസിറ്റി ഓഫ് സ്ട്രെസ്. സ്ട്രെസ് അറിയണം, സ്ട്രെയിൻ അറിയണം, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കണം. നേരത്തെ കണ്ടുപിടിച്ച അതുപോലെ തന്നെ. സോ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇക്വേഷൻ എന്താ, ഒന്നാമത്തെ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇൻറ്റൻസിറ്റി ഓഫ് സ്ട്രെസ്. സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി ആണ്, അതായത് സ്ട്രെസ് തന്നെ, സിഗ്മ തന്നെ. ഓക്കെ, സോ സ്ട്രെസ് എന്താ, സ്ട്രെസ് ഫസ്റ്റ് അടിക്കേണ്ട സ്ട്രെസ് ആണ്, സിഗ്മയാണ്. ഇക്വേഷൻ എന്താ, നേരത്തെ പഠിച്ചിരുന്നു, P/A. ഓക്കെ, ഇവിടെ നോക്കണം, ഇവിടെ എന്താ ഏരിയ, സർക്കിൾ ആണോ? അല്ല, സർക്കിൾ അല്ല. ഇവിടെ എന്താ ഏരിയ വരണേ, ഇവിടെ സർക്കിൾ അല്ല. ഇവിടെ എന്താ വരണേ, ഇവിടെ റെക്റ്റാങ്കിൾ ഏരിയ ആണ് വരുന്നത് അല്ലേ. ഫോഴ്സ് അപ്ലൈ എന്താ, റെക്റ്റാങ്കിൾ ഏരിയ ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്താ, റെക്റ്റാങ്കിൾ ഏരിയ എന്താ, ഓക്കെ, ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് അല്ലേ, ഇതിൻ്റെ ഇൻറ്റു അതല്ലേ ഏരിയയുടെ ഇക്വേഷൻ വരാം, വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് അല്ലേ, L/B എന്ന് പറയേ. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും, റെക്റ്റാങ്കിൾ ഇക്വേഷൻ എന്ത് വരും, എയുടെ ഇക്വേഷൻ എന്ത് വരും, അവിടെ എയുടെ ഇക്വേഷൻ എന്ത് വരും. സോ A ഈക്വൽ ടു എന്താ, വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് അല്ലേ, എനിക്ക് ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്. ഓക്കെ, ബി എത്രയാണെന്നാണ്, ബി എന്ന് പറഞ്ഞാൽ 50 mm അല്ലേ. സോ 50 ഇൻറ്റു തിക്നെസ് എത്രയാ, 20. സോ 20 എത്ര കിട്ടി, 1000 യൂണിറ്റ് എന്താ, മില്ലിമീറ്റർ സ്ക്വയർ. സോ എ എനിക്ക് കണ്ടുപിടിച്ചു, എത്ര കിട്ടി, 1000 മില്ലിമീറ്റർ സ്ക്വയർ. കണ്ടുപിടിക്കേണ്ട സ്ട്രെസ് അല്ലേ, സോ സ്ട്രെസ് കണ്ടുപിടിക്കാം. ഇപ്പം എന്തിടും, ഒന്നാമത്തെ സ്ട്രെസ് പി എന്താ, പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 120 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ ഏരിയ എത്രയാ, 1000. 10⁻3യും 1000ഉം കട്ട് ചെയ്ത് പോയി. എന്ത് കിട്ടും ബാക്കി, 120 Nm². സ്ട്രെസ് എനിക്ക് കിട്ടി. ഓക്കെ, അടുത്ത എന്താ വേണ്ടത്, സ്ട്രെയിൻ ആണ് അല്ലേ. രണ്ടാമത്തെ എന്താ കണ്ടുപിടിക്കേണ്ടത്, സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ട്രെയിൻ. സോ സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്താ, എപ്സിലോൺ അല്ലേ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ആണ്. സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ΔL/L ആണ് അല്ലേ. ഡെൽറ്റ എൽ തന്നിട്ടുണ്ടോ നമുക്ക്, കാണുന്നുണ്ടല്ലേ, ഈ ലോങ്ങേഷൻ തന്നിട്ടുണ്ട് നമുക്ക്. ഡെൽറ്റ എൽ എന്താ, ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ 0.9 mm അല്ലേ. ഡെൽറ്റ എൽ എന്നുണ്ട് എത്രയാ, 0.9 mm തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, 0.9 ഡിവൈഡ് ബൈ എൽ. എൽ എത്രയാ, എൽ തന്നിട്ടുണ്ട് 1.5 ഇൻറ്റു 10⁻³ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രെയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.0006 യൂണിറ്റ് ഉണ്ടോ, യൂണിറ്റ് ഇല്ല. ഓക്കെ, അടുത്തെന്താ, മൂന്നാമത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കണം അല്ലേ. ഏതാ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഇക്വേഷൻ എന്തായിരുന്നു, ഇ ഈക്വൽ ടു എന്തായിരുന്നു, സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ. ഡയറക്റ്റ് ഇക്വേഷൻ, സ്ട്രെസ് കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാ, 120. സോ 120 ഡിവൈഡ് ബൈ സ്ട്രെയിൻ എന്താ, കണ്ടുപിടിച്ചിട്ടുണ്ട് 0.0006. ഓക്കെ, സോ ഇത് രണ്ടും ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വാല്യൂ, നമുക്ക് ഈയുടെ വാല്യൂ എന്ത് കിട്ടി, ഈയുടെ വാല്യൂ 2 ഇൻറ്റു 10⁻5 Nm². ഓക്കെ, ഈ കിട്ടി. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ.